എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നല്ല സോഫ്റ്റ് നെയ് മൈസൂർ പാക്കാണ്. അപ്പോൾ വേറൊരു രീതിയിലും കൂടെ നമുക്ക് മൈസൂർ പാക്ക് തയ്യാറാക്കിയെടുക്കാം. അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഈ നെയ് മൈസൂർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ വീഡിയോ മുഴുവൻ കാണുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ മൈസൂർ പാക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മൈസൂർ പാക്ക് തയ്യാറാക്കാനായിട്ട് ഈ ഒരു കപ്പിൽ നിറയെ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലമാവ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. നമുക്ക് ജസ്റ്റ് ഒന്നിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാതെയും നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചമണമൊന്നും ഉണ്ടാവില്ല. അതിന് നല്ലൊരു സ്മെല്ലായിരിക്കും, അതല്ലെങ്കിൽ പച്ചമണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ കടലമാവ് അരിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നെയ്യാണ്. നമ്മൾ കടലമാവ് അളന്നെടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ 2 കപ്പ് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ കടലമാവ് എടുത്തിട്ടുള്ളത് അതേ പാത്രത്തിൽ തന്നെ, അതേ അളവിൽ തന്നെ 2 കപ്പ് നെയ്യ് എടുക്കുക. ഇനി ഈ നെയ്യ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതായത് ഇളം ചൂട് മതി. അതായത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി, നന്നായിട്ട് ചൂടാക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ കടലമാവും അതുപോലെ നെയ്യും എടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ, അതേ അളവിൽ തന്നെ 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം മതി. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പാവ് കാച്ചിയെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള നെയ്യ് ഒരു പകുതി ഭാഗത്തോളം നമുക്ക് ഈ കടലമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടലമാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പകുതി ഭാഗം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം പകുതി ഭാഗം നെയ്യും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര പാവ് നോക്കാം. പഞ്ചസാര പാവ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വേണ്ടത് ഒരു നൂൽ പാകമാണ്, അതല്ലെങ്കിൽ ഒരു കമ്പി പാകം എന്ന് പറയും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു നൂൽ പാകം ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുക. കയ്യിലിങ്ങനെ നമുക്കിതാ ഒരു നൂല് പോലെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഒരു വരിയിലാണ് പോകുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കടലമാവ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെല്ലെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി കൊടുക്കുന്നത് നിർത്താൻ പാടില്ല, അതല്ലെങ്കിൽ പിന്നെ കട്ട കെട്ടിപ്പോവും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം വേണം നമുക്കിനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇളക്കി കൊടുക്കുന്നത് നമ്മൾ നിർത്താനേ പാടില്ല. ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അതല്ലെങ്കിൽ പിന്നെ അത് കട്ട കെട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തിരി ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒരുമിച്ച് ചേർക്കാൻ പാടില്ല, കുറച്ച് നെയ്യ് മാത്രം ഒഴിച്ച് കൊടുക്കുക. വീണ്ടും ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ആ നെയ്യൊക്കെ അതിലേക്ക് ഒന്ന് മിക്സായി വരുന്നുണ്ടാവും. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം മാത്രമേ വീണ്ടും നെയ്യ് ചേർക്കാൻ പാടുള്ളൂ.
ഇപ്പോൾ ആ നെയ്യൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. വീണ്ടും അതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി ഈ നെയ്യും ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചതിന് ശേഷം വേണം അടുത്ത കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നെയ്യ് മുഴുവനായിട്ടും ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കുക. ഈ നെയ്യും കൂടെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ കൈക്ക് റെസ്റ്റ് ഇല്ലാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കൂടെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള മൈസൂർ പാക്കാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യ് തടകി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്കോ ഒരു ട്രേയിലേക്കോ മാറ്റി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഒരു ട്രേയിൽ നേരത്തെ നെയ്യ് തടകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ 2 ട്രേയിലേക്കും മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പോൾ നമുക്കിനി ഇത്തിരി തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത്തിരി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെക്കുക മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാൻ പാടില്ല. അപ്പോൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് നമുക്കിതുപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനി വേറൊരു പാത്രത്തിലേക്കൊന്ന് തട്ടിക്കൊടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള നെയ് മൈസൂർ പാക്ക് റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ സൈഡ് പാർട്സൊക്കെ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു. ബാക്കിയുള്ള നമ്മളെ ഷേപ്പിൽ വന്നിട്ടുള്ള പാർട്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുള്ളൊരു റെസിപ്പിയാണിത്. ഈ ദീപാവലിക്ക് എല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക്